സച്ചിയാണെങ്കിൽ എല്ലാ ദിവസത്തെയും പോലെ തന്നെ ട്രിപ്പ് പോവാണ്. അങ്ങനെ ഒരു ചേച്ചീനെയും കൊണ്ടാട്ടോ ട്രിപ്പ് പോയിട്ട് ഇങ്ങനെ അവരെ എത്തേണ്ട സ്ഥലത്ത് ഇങ്ങനെ ഇറക്കി വിടുന്നുണ്ട്. അവരുടെ ലഗേജുകളൊക്കെ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ക്യാഷൊക്കെ മേടിച്ചിട്ട് സച്ചി വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും തൊട്ടപ്പുറത്ത് നിന്നിട്ട് ഒരു കാർച്ച കേൾക്കുകയാണ് കേട്ടോ. ഒരു ചേച്ചിയുടെ കാർച്ച കേൾക്കുന്നുണ്ടോ, ഓടി പറഞ്ഞേ അയ്യോ കള്ളൻ കള്ളൻ എൻ്റെ മാല തട്ടിപ്പറിച്ചുകൊണ്ട് പോയേന്നിങ്ങനെ ഒരു കാർച്ച കേൾക്കുകയാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ വേറെ ഒന്നും നോക്കാതെ തന്നെ അങ്ങോട്ടേക്ക് ഓടി ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ സച്ചിയെ കാണുന്നതും ആ കള്ളനാണെങ്കിൽ പെട്ടെന്ന് ആ ചേച്ചീനെ ഇങ്ങനെ തള്ളി വിട്ടിട്ട് ഓടുന്നുണ്ട്. അങ്ങനെ അയാൾ ഒരു ബൈക്കുകാരനെ നിർത്താൻ പോകുന്ന ഒരു ബൈക്കുകാരനെ തള്ളി മാറ്റിയിട്ടിട്ട് ആ ബൈക്കിലേക്ക് ചാടി കയറാനായിട്ട് നോക്കുകയാണ് കേട്ടോ. എന്നാൽ സച്ചി ഓടി ചെന്നിട്ട് അങ്ങേരെ പിടിച്ച് ഉന്തും തള്ളുമൊക്കെ ഇട്ട് വീണ്ടും ആ കള്ളൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. അങ്ങനെ ആ കള്ളനാണെങ്കിൽ ഇറങ്ങി ഓടി ഓടി സച്ചി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഓടുകയാണ് കേട്ടോ. എന്നാൽ ആ കള്ളനെ പിടിവിടാതെ തന്നെ സച്ചി പുറകെ ഓടുന്നുണ്ട്. അങ്ങനെ ഓടി ചെല്ലുന്നത് ഒരു ഡോറ് തുറന്ന് കിടക്കുന്ന ഒരു വലിയ വീട്ടിലേക്കാണ് കേട്ടോ. അങ്ങനെ വലിയൊരു വീട്ടിലേക്കാണ് ആ കള്ളൻ ഓടി ചെല്ലുന്നത്. സച്ചിയാണെങ്കിൽ കുറെ തിരിഞ്ഞു മറിഞ്ഞും ഒക്കെ നോക്കിയിട്ട് അയാളെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഓടിച്ചെന്ന് കയറുന്നത് സച്ചിയും ആ ഡോറ് തുറന്ന് കിടക്കുന്ന ആ വീട്ടിലേക്ക് ഓടി ചെല്ലുന്നുണ്ട്. എന്നാൽ ഈ സമയമാണെങ്കിൽ ഒരു സ്ത്രീ മാത്രമേ ആ വീട്ടിലുണ്ടായിരിക്കുകയുള്ളൂ. ആ സ്ത്രീയെ പെട്ടെന്ന് തന്നെ ആ കള്ളനാണെങ്കിൽ ഒരു കത്തി ഇങ്ങനെ കഴുത്തിൽ വെച്ചിട്ട് ഇനി അടുത്തേക്ക് വന്നാൽ ഞാൻ ഇവരെ കൊന്നു കളയുന്ന ഭീഷണിപ്പെടുത്തിയിട്ട് ഇങ്ങനെ നിർത്തിയേക്കാണ് കേട്ടോ. അങ്ങനെ സച്ചി എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റക്കായി നിൽക്കുകയാണ്. എന്നാൽ ആ വീട്ടിൽ മറ്റാരും ഉണ്ടായിരിക്കില്ല, വലിയൊരു വീടുമാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ നിന്നിട്ട് അയ്യോ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് പുറകോട്ട് ഇങ്ങനെ ഇറങ്ങുന്ന പോലെ കാണിച്ചിട്ട് ഒരു ഫ്ലവർ വൈസ് അവിടെ ഇരിപ്പുണ്ട്. അത് പെട്ടെന്ന് തന്നെ എടുത്ത് നമ്മുടെ കള്ളൻ്റെ തലക്കിട്ടടിക്കുകയാണ്. അങ്ങനെ അയാളാണെങ്കിൽ തലയ്ക്ക് അടി കിട്ടിയ പെട്ടെന്ന് ഷോക്കിന് താഴെ വീഴുന്നുണ്ട്, കത്തിയൊക്കെ തെറിച്ച് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിടിയും വലിയൊക്കെ ആയിട്ട് കള്ളൻ ഏകദേശം തളർന്നിട്ടുണ്ട്. ആ അയാളെ തന്നെ പിടിച്ചിട്ട് ഒരു കസേരയിൽ നമ്മുടെ സച്ചി പിടിച്ച് കെട്ടിയിടുന്നുണ്ട്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അയാളെ ആ പ്രതിയെ കൊടുത്തു വിടുകയാണ് കേട്ടോ. അങ്ങനെ ആ ചേച്ചിയെ രക്ഷിച്ചതിൻ്റെ പേരിൽ ആ ചേച്ചിയാണെങ്കിൽ ഒരുപാട് നന്ദിയൊക്കെ നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട്. മോനെ ഇനി ദൈവമായിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടെത്തിച്ചത്, ഇല്ലെങ്കിൽ ഇന്ന് എൻ്റെ ജീവൻ പോലും ഉണ്ടാവില്ലായിരുന്നു. എന്തായാലും മോന് ഒരുപാട് നന്ദി എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതിനൊന്നും ആവശ്യമില്ലെന്നേ, ഞാനിപ്പോൾ പെട്ടെന്നൊരു കാർച്ച കേട്ടുകൊണ്ട് ഓടി വന്നു. അത് ഞാനില്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളെ രക്ഷപ്പെടുത്തിയേനെ, അതിനിപ്പോൾ നന്ദിയുടെയൊന്നും ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ സച്ചി പോകുന്നതിന് മുമ്പ് തന്നെ ആ ചേച്ചിയാണെങ്കിൽ മോനെ ഏത് വീട്ടിലെയാ, മോൻ്റെ വീട് എവിടെയാ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് വീണ്ടും പഴയതുപോലെ തന്നെ ഓട്ടത്തിനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ സച്ചിക്കാണെങ്കിൽ വീണ്ടും തിരിഞ്ഞു നിന്നിട്ട് ഒരു ടെൻഷൻ പോലെ സച്ചി വീണ്ടും തിരിഞ്ഞു കയറിയിട്ട് വരുന്നുണ്ട്. അല്ല നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാണോ താമസമെന്ന് ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട് അല്ല മോനെ, ഞാനും എൻ്റെ ഭർത്താവും കൂടിയാണ് ഇവിടെ താമസിക്കുന്നത്. എൻ്റെ ഭർത്താവ് ഇപ്പോൾ ഒരു ദൂരെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ തനിയെ ഈ വീട്ടിലുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും സച്ചി വയ്ക്കുന്നുണ്ട് അയ്യോ ഇത്രയും വലിയ വീട്ടിൽ തനിയോ, അപ്പോൾ മക്കളൊക്കെ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ചേച്ചിയുടെ മക്കളൊക്കെ എവിടെയെന്ന് ഇങ്ങനെ സച്ചി ചോദിക്കുന്ന നേരത്ത് അവർ പറയുന്നുണ്ട് മോനെ ഞങ്ങൾക്ക് മക്കളായിട്ട് ആരുമില്ല, ഞാനും എൻ്റെ ഭർത്താവും മാത്രമാണ് ഉള്ളതെന്ന് ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോഴേക്കും സാരമില്ല, എന്തായാലും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഫ്രണ്ട് ഡോറൊന്നും ഇതുപോലെ തുറന്ന് ഇടല്, എപ്പോഴും ഡോറൊക്കെ ലോക്കാക്കിയിട്ട് സേഫായിട്ട് വേണം ഇരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ആ ചേച്ചിയുടെ അടുത്ത് നിന്ന് സച്ചി പോവുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ആ ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചിയും അവരുടെ ഹസ്ബൻഡിനെയും കൂട്ടിയിട്ട് നമ്മുടെ സച്ചിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവർ കുറേ ഇങ്ങനെ താലത്തിനകത്ത് ഫ്രൂട്ട്സും അങ്ങനെ സ്നാക്സ് പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പലഹാരങ്ങളും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ടൊക്കെയാണ് അവർ വരുന്നത്. അങ്ങനെ അവർ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ അവരെ കാണുമ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ആ സ്ത്രീ പറയുന്നുണ്ട് അതെ ഞാൻ നിങ്ങളുടെ മകനെ ഒന്ന് ആദരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ആ മോന് കുറേ ചടങ്ങുകളൊക്കെ മര്യാദകളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ ചന്ദ്രമതിക്ക് അത് കാണുമ്പോഴേക്കും അവരുടെ തട്ടിനകത്തേക്കൊക്കെ നോക്കുന്നുണ്ടാവും. അങ്ങനെ വിലപിടിപ്പുള്ള ഭയങ്കര ഭക്ഷ്യവസ്തുക്കളും എന്തൊക്കെയോ
സമ്മാനപ്പൊതികളൊക്കെ ഉണ്ട്. അത് കാണുമ്പോഴേക്കും ചന്ദ്രമതി പെട്ടെന്ന് തന്നെ അവരെ സ്വീകരിച്ചിരുത്തുകയാണ്. വരൂ വരൂ, നിങ്ങൾ എൻ്റെ മകനെ കാണാൻ വേണ്ടിയിട്ടാണോ വന്നത്? എങ്കിൽ പിന്നെ അതെനിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ തോന്നിയിരുന്നു. എങ്കിൽ പിന്നെ വന്ന് കയറിയിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവരെ ഭയങ്കരമായിട്ട് സ്വീകരിച്ചിരുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ചന്ദ്രമതി തന്നെ പറയുന്നുണ്ട്, അതെ എന്നാ നിങ്ങൾ ഇരിക്കെ, ഞാൻ മകനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചന്ദ്രമതി പോയിട്ട് എടാ സുധി മോനെ ഇങ്ങോട്ടേക്ക് വന്നേടാന്നൊക്കെ പറഞ്ഞിട്ട് സുധി അങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ സുധി വരുന്ന സമയത്ത് എന്താ അമ്മേ എന്താ എന്നെ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരലസമായിട്ട് സുധി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, മോനെ ഇത് നോക്ക്, നിനക്ക് വേണ്ടിയിട്ടുള്ള മര്യാദകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാ ഇവര് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സുധി ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് സുധി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ എനിക്ക് മര്യാദയോ, എന്താ ഈ അമ്മ പറയുന്നത്, ഇവരൊക്കെ ആരാന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ സച്ചിയെ കണ്ടിട്ടുള്ളത് ആ ചേച്ചി മാത്രമാണല്ലോ. അപ്പോൾ അവരിങ്ങനെ അന്തിച്ചിങ്ങനെ നോക്കുന്ന സമയത്ത് ഭർത്താവ് ചോദിക്കുന്നുണ്ട്, ഇതാണോ നീ പറഞ്ഞ ആളെന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും ആ സ്ത്രീ പറയുന്നുണ്ട്, ഏയ് ഇവരല്ല ചേച്ചി, ഞങ്ങൾ ഈ മോനെയല്ല ഉദ്ദേശിച്ചതെന്ന് ഇങ്ങനെ പറയാണ്. അത് കണ്ടിട്ട് ചന്ദ്രമതി പെട്ടെന്ന് ഇവനല്ലേ, പിന്നെ നിങ്ങൾ ആരെ ഉദ്ദേശിച്ചേ? ഓ അപ്പോൾ എൻ്റെ വേറെ മോനായിരിക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് രവിയേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ ആരാ ഇവരൊക്കെയെന്ന് ചോദിക്കുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, രവിയേട്ടാ ഇത് നമ്മുടെ മോനെ അന്വേഷിച്ചിട്ട് ചടങ്ങുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാ, ഇവർക്കെന്തോ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവരിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് പരസ്പരം രവിയേട്ടനോട് ബഹുമാനമൊക്കെ പറഞ്ഞിട്ട് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രവിയേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് ആരെയാ കാണണ്ടേന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആ വന്നിരിക്കുന്ന ആൾ പറയുന്നുണ്ട്, നിങ്ങളുടെ മകനെ ഞങ്ങൾക്ക് കുറച്ച് മര്യാദകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഭാര്യ നേരം വെളുക്കുന്നത് തന്നെ ഇങ്ങോട്ടേക്ക് വരണമെന്നുള്ള വാശിയിലായിരുന്നു. എന്തായാലും അത് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമാണ്. നിങ്ങളുടെ മകനെ ഒന്ന് വിളിച്ചാൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അയാൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട്, രവിയേട്ടാ ഞാൻ ഓർത്തു ഈ ചടങ്ങുകളൊക്കെ ചെയ്യുന്നതേ നമ്മുടെ ശ്രുതിക്കായിരിക്കുമെന്ന്. അപ്പോൾ ശ്രുതി അല്ലെങ്കിൽ പിന്നെ ശ്രീകാന്ത് ആയിരിക്കും അല്ലേ, എന്നാൽ ശ്രീകാന്തിനെ പോയി വിളിച്ചിട്ട് വന്ന് പറഞ്ഞിട്ട് രേവതിയെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി പോയിട്ട് ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴേക്കും വീണ്ടും അവരുടെ മുഖം ഇങ്ങനെ വല്ലാതാകുമ്പോഴേക്കും ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്, എന്താ ഇവരാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇവരും അല്ലാന്ന് ഇങ്ങനെ പറയാട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രമതി ഇങ്ങനെ ഇവനും അല്ലേ, അപ്പൊ പിന്നെ ഇവര് ആരെ അന്വേഷിക്കുന്ന ഇങ്ങനെ സ്വയം ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ട്, അതെ ഇവിടെ ഒരു കാർ ഡ്രൈവർ ഇല്ലേ, അത് നിങ്ങളുടെ മകനല്ലേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി പെട്ടെന്ന് തന്നെ ഞെട്ടിപ്പോകുന്നുണ്ട്. അവനെ കുറിച്ചോ സച്ചിയെ കുറിച്ചോ എന്നിങ്ങനെ സ്വയം മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞെട്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രവിയേട്ടൻ പറയുന്നുണ്ട്, എന്താ ചന്ദ്രേ നിന്റെ മക്കളെ ഇവർ അന്വേഷിച്ചു വന്നപ്പോൾ നീ അവൻ്റെ കാര്യം മാത്രം ഓർത്തില്ലേ, അവനെന്താ നിന്റെ മകനല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ രേവതി പറയുന്നുണ്ട്, നിങ്ങൾ അന്വേഷിച്ചു വന്ന കാർ ഡ്രൈവർ എൻ്റെ ഹസ്ബൻഡാണെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആ സ്ത്രീ എഴുന്നേറ്റ് നിന്നിട്ട് നമ്മുടെ രേവതിനെ ഇങ്ങനെ തൊട്ടിട്ടൊക്കെ പറയുന്നുണ്ട്, എന്തായാലും ആ മോൻ്റെ ഭാര്യയാണോ മോള്, എന്തായാലും മോള് ഭാഗ്യം ചെയ്തോളാം, എന്തായാലും മോക്ക് അതുപോലൊരു പയ്യനെ പുരുഷനായിട്ട് ഭർത്താവായിട്ട് കിട്ടിയല്ലോ, എന്തായാലും ഒരുപാട് നന്മയുള്ള മകനാ അതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഒരുപാട് പുകഴ്ത്തിക്കൊണ്ട് നമ്മുടെ രേവതിനെയും ആ കൂടെ അനുഗ്രഹിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്താ അദ്ദേഹം ഇവിടെ ഇല്ലേന്ന് ഇങ്ങനെ അയാൾ ചോദിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, ഉണ്ട് ടെറസിൻ്റെ മുകളിലുണ്ട്, ഞാൻ പോയി കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോയിട്ട് സച്ചിനെ കൂട്ടിക്കൊണ്ട് വരികയാണ് കേട്ടോ. അങ്ങനെ സച്ചി ഇങ്ങോട്ടേക്ക് നടന്നു വരുമ്പോഴേക്കും അയാൾ ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹമാണോ എന്ന്. അതെ ഇദ്ദേഹമാണെന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ ചേച്ചി എന്താ ഇവിടെ എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ കൂളായിട്ട് നടന്നു വരികയാണ്. അപ്പോഴേക്കും രവിയേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്ക് ഇവരെ അറിയോ? അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആച്ചാ എനിക്ക് ഈ ചേച്ചിനെ അറിയാം, ഇന്നലെ ഓട്ടം പോയപ്പോൾ ഞാൻ കണ്ടിരുന്നു എന്നിങ്ങനെ ജസ്റ്റ് കൂളായിട്ട് ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോഴേക്കും രവിയും പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ പറയുന്നതിൽ നിന്ന് എന്തോ നല്ല കാര്യം ചെയ്തിട്ടാണ് നിങ്ങളിവിടെ വന്നേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ് കാര്യമെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നിങ്ങനെ രവിയേട്ടൻ പറയുമ്പോഴേക്കും ആ സ്ത്രീ ഇങ്ങനെ പറയുന്നുണ്ട്, അതെ ഞാൻ തന്നെ പറയാം, എത്ര പറഞ്ഞാലും എനിക്ക് പറഞ്ഞു തീർത്താൻ കഴിയില്ല, അത്രയ്ക്ക് നന്മയാണ് നിങ്ങളുടെ മകൻ ചെയ്തത്. ഇന്നലെ എൻ്റെ ജീവൻ പോലും, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് പോലും ഈ മോൻ കാരണമാണെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്.
അപ്പോഴേക്കും ആ വന്നിരിക്കുന്ന അയാൾ കയറിയിട്ട് പറയുന്നുണ്ട്, അതെ ഞാൻ പറഞ്ഞുതരാം, ഇന്നലെ ഇവള് തനിയാണ് വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കള്ളം വന്നിട്ട് ഇവളുടെ കഴുത്തിന് കത്തി വെച്ചിട്ടിങ്ങനെ ജീവൻ പോലും പണയം വെച്ചിട്ടിങ്ങനെ നിന്നിരുന്ന സമയത്ത് നിങ്ങളുടെ മകനാണ് എൻ്റെ ഭാര്യനെ വന്നിട്ട് രക്ഷപ്പെടുത്തിയത്. കൂടെ ഒരു പോലീസുകാരനും ഉണ്ടായിരുന്നു. എന്നാൽ ഇവനാണ് ഞങ്ങളുടെ ഭാര്യയുടെ ജീവൻ രക്ഷിച്ചതെന്നൊക്കെ ഇങ്ങനെ അയാൾ പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് രവിയാണെങ്കിൽ ഭയങ്കര അഭിമാനത്തോടു കൂടി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രീകാന്ത് പെട്ടെന്ന് വന്നിട്ട്, സച്ചിയേട്ടാ സൂപ്പർ, എന്നിട്ട് സച്ചിയേട്ടൻ ഇത്ര ഹീറോ ആയിട്ട് ഇവിടെ വന്നിട്ട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഒരാളെ ആപത്തിൽ നിന്ന് ഞാൻ രക്ഷിച്ചു, ഇതിപ്പോൾ ഇത്ര വലിയ കാര്യമായിട്ട് പറഞ്ഞു നടക്കാനൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട്. എന്നാൽ അയാളാണെങ്കിൽ സച്ചി എടുത്ത് പോയിട്ട് സച്ചിയുടെ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, സച്ചി മോനെ, നീ ചെയ്തത് നിസ്സാര കാര്യമല്ല, നീ ചെയ്തത് ഏറ്റവും വലിയൊരു നന്മയാണ്. തന്നെയല്ല, ഇവള് മാത്രമാണ് എനിക്കുള്ളത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഞങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇവള് വന്നതിന് ശേഷമാണ് എൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടായത്. ഇവളാണ് എൻ്റെ എല്ലാ ധനത്തിനും സമ്പത്തിനും എല്ലാം കാരണക്കാരി. അതുകൊണ്ട് ഇവൾ എൻ്റെ ജീവനാണ്. അപ്പോൾ നീ രക്ഷിച്ചത് ഒരു ജീവനല്ല, 2 ജീവനാണ്. ഇത് ഇത്ര നിസ്സാരമായിട്ട് കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നിങ്ങൾ ഇത്ര വലിയ സീരിയസ് ആയിട്ട് സംസാരിക്കാനും വേണ്ടിയിട്ടൊന്നും ഇല്ലെന്നേ, അതൊക്കെ ഒരു ചെറിയൊരു സഹായമല്ലേ, ഞാൻ വഴിയെ പോയപ്പോൾ കണ്ടു, ജസ്റ്റ് ഒന്ന് സഹായിച്ചെന്നേ ഉള്ളെന്ന് പറഞ്ഞിട്ട് കൂളായിട്ട് ഇങ്ങനെ സച്ചി സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവരെ അവിടെ പിടിച്ച് ഇരുത്തിയിട്ട് പറയുന്നുണ്ട്, നിങ്ങളിവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതാണ് എൻ്റെ അച്ഛൻ, ഇതാണ് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിയെയും രവിയേട്ടനെയൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നാൽ അവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ രവിയേട്ടനോട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ഒരുപാട് ഭാഗ്യം ചെയ്തതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മകനെ കിട്ടിയത്. സാധാരണ മക്കളൊക്കെ വീട്ടിനുള്ളിലായിരിക്കും എല്ലാവർക്കും നന്മ ചെയ്ത് ഒതുങ്ങിക്കൂടുക. എന്നാൽ നിങ്ങളുടെ മകൻ നാട്ടുകാർക്കും കൂടി നന്മ ചെയ്തിട്ട് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ വളർത്തിയിരിക്കുന്നത് അത്ര നല്ല രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ട്. അപ്പോഴേക്ക് രവിയേട്ടൻ പറയുന്നുണ്ട്, അതെ അതാണ് എൻ്റെ മോൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അവൻ്റെ സ്വയരക്ഷ പോലും നോക്കാതെ ആർക്ക് എന്ത് അപകടത്തിലും അവൻ മുമ്പിൽ നിന്നിട്ട് രക്ഷിക്കും. അത് തന്നെയാണ് എൻ്റെ മോൻ്റെ ഏറ്റവും വലിയ ഗുണം എന്നൊക്കെ പറഞ്ഞിട്ട് രവിയേട്ടനും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു ജീവൻ രക്ഷിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം എന്നിങ്ങനെ രവിയേട്ടൻ പറയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചേർന്നിക്കൂ, ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പൂവും തട്ടമൊക്കെ ഇങ്ങനെ താലമൊക്കെ ഇങ്ങനെ കൊടുക്കാനായിട്ട് അവരിങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോഴേക്കും ഈ ശ്രുതിനെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് നമ്മുടെ വർഷ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്കിൾ ഒറ്റ മിനിറ്റ് മേടിക്കല്ലേ, ഞാനൊരു വീഡിയോ എടുക്കട്ടെ. എന്തായാലും ഇതിന്ന് ഞാൻ വീഡിയോ വൈറലാക്കി പോസ്റ്റ് ചെയ്ത് വൈറലാക്കും, സച്ചിയേട്ടൻ്റെ നന്മ ലോകം മൊത്തം അറിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയാണെങ്കിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും അവർ രണ്ടുപേരും കൂടി നമ്മുടെ രവിയുടെയും ചന്ദ്രമതിയുടെയും കാലിലിങ്ങനെ വീഴാനായിട്ടൊക്കെ ഇങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴേക്കും രവി പറയുന്നത്, എന്താ നിങ്ങളീ കാണിക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, അതെ നിങ്ങളോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എൻ്റെ ഭാര്യയാണ് എനിക്കെല്ലാം, എൻ്റെ ജീവനാണ് അവളുടെ ജീവനാണ് നിങ്ങളുടെ മകൻ രക്ഷിച്ചിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് ഞാൻ എന്ത് ചെയ്താലും മതിയാവില്ല എന്നൊക്കെ ഇങ്ങനെ അയാൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും വർഷയാണെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ശ്രീകാന്തിനെ പോയി തട്ടിയിട്ട് പറയുന്നുണ്ട്, ശ്രീകാന്തെ കണ്ടോ, ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തൊരു അഫെക്ഷൻ ആണെന്നുള്ളത്, അതുപോലെ ആയിരിക്കണം ഭാര്യയും ഭർത്താവും, ഇതാണ് എൻ്റെയും സ്വപ്നം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രീകാന്തിനെ ഇങ്ങനെ തട്ടുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നില്ല. ശ്രുതിയുടെ മുഖമൊക്കെ വല്ലാതെ ഇരിക്കുകയാണ് കേട്ടോ. എന്നാൽ ശ്രുതിയും ഇങ്ങനെ നോക്കിയിട്ട് ഒരു ചമ്മിയ രീതിയിൽ പുറപുറത്തോണ്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു വലിയ സംഭവമാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ ശ്രുതി ഇങ്ങനെ നിൽപ്പുണ്ട്. അങ്ങനെ ആ വന്നിരിക്കുന്ന സ്ത്രീ ആണെങ്കിൽ നമ്മുടെ ചന്ദ്രമതിയുടെ വയറ് തൊട്ടിട്ട് ഇങ്ങനെ വന്നിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴേക്കും നിങ്ങൾ എന്താ ഈ കാണിക്കുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, എന്തായാലും തങ്കം പോലത്തെ ഒരു മകനെ പറ്റി വയറല്ലേ ഇത്, ഈ വയറ് വേണം ഞാൻ ആദ്യം വന്നിക്കാൻ, എന്തായാലും നിങ്ങൾ ഭാഗ്യം ചെയ്ത ഒരമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറയുന്ന സമയത്ത് ചന്ദ്രമതിക്ക് ഒരുപാട് അഭിമാനത്തോടു കൂടി ഇങ്ങനെ സന്തോഷമൊക്കെ വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ആ മുഖഭാവമൊക്കെ നമ്മുടെ സച്ചിയും രവിയേട്ടനും നോക്കുന്ന സമയത്ത് മാറ്റിയിട്ട് വലിയ ഗൗരവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
എന്നാൽ വർഷയാണെങ്കിൽ ആ വന്നിരിക്കുന്ന സ്ത്രീയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി എന്താ നടന്നതെന്ന് നിങ്ങൾ ഒന്ന് പറയാമോന്ന് ചോദിച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്തിനാ വർഷേ, എന്തിനാ ആ കാര്യങ്ങളൊക്കെ വീണ്ടും പറയുന്നത്, അതൊക്കെ ഇത്ര വലിയ പബ്ലിസിറ്റി കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ സ്ത്രീ പറയുന്നുണ്ട്, ഇല്ല മോളെ അങ്ങനെയല്ല, ഇനി ഒന്നെന്നല്ല 100 തവണ ഈ കാര്യം പറയാനും എനിക്ക് മടിയില്ല. അത്രയ്ക്കും നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ജീവൻ രക്ഷിച്ചത് ഈ നിൽക്കുന്ന മകനാണ്. ഈ മോനില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് എൻ്റെ ഏട്ടൻ്റെ കൂടെ ജീവനോട് ഇതുപോലെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ടായിരിക്കില്ല. ഇനിയിപ്പോൾ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യം ഇവർക്ക് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ഇനി എന്തൊക്കെ ചെയ്തു കൊടുത്താലും ഞങ്ങൾക്ക് മതിയാവില്ല, എന്തു വേണമെങ്കിലും ഞങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതിനുശേഷം അവർ പറയുന്നുണ്ട്, അതെ ആ മോന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡ്രസ്സും സ്വർണ്ണ ചെയിനും ഒക്കെയാണ് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിയുടെ കണ്ണിങ്ങനെ തള്ളുന്നുണ്ട് കേട്ടോ. സ്വർണ്ണ ചെയിനോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അത്ഭുതപ്പെട്ടിട്ട് ആ തട്ടത്തിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ തട്ടിലേക്ക് നോക്കുമ്പോൾ സ്വർണ്ണമാലയാണ് ഇതിനകത്തുള്ളത്. നല്ല കട്ടിയുള്ള സ്വർണ്ണമാലയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയുടെ മുഖമൊക്കെ വല്ലാതാവുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് അതിനകത്തെ ചെയിന്. എന്നാൽ വർഷയ്ക്കും ശ്രീകാന്തിനും ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അങ്ങനെ സച്ചി ആ സമയം പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാർ, ഇതൊന്നും വേണ്ട, ഇതൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ അന്നേരം ഈ ചേച്ചിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതേ എൻ്റെ ഉദ്ദേശമുള്ളായിരുന്നു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു സഹോദരനാണ് തരുന്നതെങ്കിൽ നിങ്ങളിങ്ങനെ നിരസിക്കുമോ, എന്തായാലും ഇത് സ്വീകരിച്ചേ മതിയാവും എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ സച്ചിക്ക് പിന്നീട് മറുത്തൊന്നും പറയാൻ വയ്യാതാവട്ടോ. അങ്ങനെ സച്ചി അവരുടെ കയ്യിൽ നിന്ന് അത് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി ചേർത്ത് നിർത്തിയിട്ടാണ് കേട്ടോ അവരത് കൊടുക്കുന്നത്. രേവതിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഈ സമയം രവിയേട്ടൻ പറയുന്നുണ്ട്, അതെ സഹായം കിട്ടിയവർ വീട് തേടി വന്ന് നന്ദി പറഞ്ഞിരിക്കുകയാണ്, ഇതിലും വലുത് വേറെ എന്താ ഉള്ളതെന്ന് ഇങ്ങനെ രവിയേട്ടനും പറയുന്നുണ്ട്. അങ്ങനെ സന്തോഷപരമായിട്ട് അവരിങ്ങനെ അവരുടെ കാർഡൊക്കെ കൊടുത്തിട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ മടിക്കരുത്, നിങ്ങളിനി ഞങ്ങളുടെ ഒരു കുടുംബത്തെ പോലെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഒരുപാട് വീണ്ടും രേവതിയോടും ഒക്കെ നന്മയൊക്കെ പറഞ്ഞിട്ട് പ്രശംസിച്ചതിന് ശേഷം അവർ പോവാണ്. എന്നാൽ അവരങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോഴേക്കും ചന്ദ്രമതി ഓടി ചെന്നിട്ട് ആ തട്ടോ എടുക്കുന്നത്. ആ തട്ടിനുള്ളിൽ വെച്ചിരിക്കുന്ന ചെയിന് ഇങ്ങനെ എടുത്തിട്ട് നോക്കുവാണ്. സ്വർണം കണ്ടിട്ട് ചന്ദ്രമതി ആകെ ഇങ്ങനെ കണ്ണ് തള്ളിയിരിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, അയ്യോ ഈ മാല 5 പവനെങ്കിലും വരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ എടുത്തു വെച്ചിട്ട് അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴേക്കും രവിയേട്ടൻ പറയുന്നുണ്ട്, ചന്ദ്രേ നിന്റെ മകൻ ഇത്രയും വലിയ നല്ല കാര്യം ചെയ്തിട്ട് അവനെ നീ ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ചന്ദ്രമതിയാണെങ്കിൽ ഇതൊന്നും കേൾക്കുന്നേ ഉണ്ടായിരിക്കില്ല. രവിയേട്ട ഇത് കണ്ടോ, രവിയേട്ട ഈ മാലയുടെ മുഴുപ്പ് കണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ രവിയേട്ടനാണെങ്കിൽ ആ മാല ഇങ്ങനെ പോയി തട്ടിപ്പറിച്ചിട്ട് അവന് നിന്റെ മകനൊരു നന്മ ചെയ്തിട്ട് ഒരു നല്ല വാക്ക് പോലും പറയാതെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് താന്ന് പറഞ്ഞിട്ട് ആ മാല മേടിച്ചിട്ട് രേവതിയുടെ കൊടുക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ചന്ദ്രമതി അങ്ങ് ആകെ വല്ലാതായി പോകുന്നുണ്ട്. ആ മാല എങ്ങനെയെങ്കിലും കൈക്കലാക്കാന്നുള്ള രീതിയിൽ എടുത്തു വെച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. അങ്ങനെ ഈ സമയം സുധിയാണെങ്കിൽ അവിടെ നിന്നും പറയുന്നുണ്ട്, അവന് ഇത്ര വലിയ ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാര്യമൊന്നുമല്ല, വഴിയെങ്ങാണ്ട് പോയപ്പോൾ ഒരു കള്ളനെ ഓടിച്ചു, അതിന് ഇത്ര ബിൽഡപ്പ് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ പറയുമ്പോൾ രവിയാണെങ്കിൽ ഇങ്ങനെ രൂക്ഷമായിട്ട് ഇങ്ങനെ ശ്രുതിയെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ പുറകിലേക്ക് ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ചെയ്തത് ഒരു ചെറിയ നിസ്സാര കാര്യമല്ല, ഒരു ജീവനാണ് രക്ഷിച്ചിരിക്കുന്നത്, അത് ഇങ്ങനെ തീഴ്ത്തി പറയല്ലേ ശ്രുതിയേട്ടാന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വർഷയും പറയുന്നുണ്ട്, ഇന്ന് എന്തായാലും ഞാനിത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്തായാലും ഇത് വൈറലാവുക തന്നെ ചെയ്യും. ഇന്നത്തെ താരം നമ്മുടെ സച്ചിയേട്ടനാന്ന് പറഞ്ഞിട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്.